കൗസല്യാ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തനേ. എണീക്കും മോളെ, സമയായി. മോളെ ധനശ്രീ, കോളേജ് പൂട്ടിയ പിന്നെ ഒരേ ഉറക്കം തന്നെ. എടാ ഫോണ് സ്വിച്ച് ഇടാപ്പടാ. ഇങ്ങോട്ട് വാ. ഓക്കെ. എത്ര നാളായി നിന്നെ? എന്തേ ഇന്ന് നീ വരണം കേട്ടാ. എവിടെ എന്തേ? ഇന്നെന്റെ പെണ്ണുകാണാണ്, നീ എന്തായാലും വരണം, മറക്കല്ലേ? ഉറപ്പായിട്ടു. ഓക്കെ ആടാ. ഇത് നമ്മുടെ പത്രക്കാരനല്ലേ? മാളു ഒന്ന് നോക്കിയടി. എന്നാ പിന്നെ മോളെ വിളിക്കല്ലേ? ഇപ്പൊ വരും. പെണ്ണ് വരുന്നുണ്ട്. അതല്ല പെണ്ണ്. അതല്ലടാ പെണ്ണ്. നീ നല്ല സുന്ദരി കോതയായി വന്നല്ലേ. പിന്നെ നിന്റെ ചെക്കന്റെ കൂട്ടുകാരൻ ആളത്ര ശരിയല്ല കേട്ടോ. മോളെ കൊടുക്ക, ചായ കൊടുക്ക. എനിക്ക് പെണ്ണോട് സംസാരിക്കണ്ടടാ. എടാ ഉണ്ണി, അവിടെ നിക്കടാ. എടാ നീ എവിടേക്കടാ വരുന്നത്? ഞാൻ നിന്നെ സുഹൃത്തല്ലേ. ഞാൻ ചായക്കടയിലേക്കല്ല പോകുന്നത്, സംസാരിക്കാനാ. ജനിച്ച പോലെ സംസാരിക്കലുണ്ട്, അതുപോലെ നിനക്ക്. എടാ മണ്ട, ഞാൻ പെണ്ണിനോട് സംസാരിക്കാനാ പോകുന്നത്. എന്തിന്? ഇവിടെ എന്തിനപ്പ എന്നെ വിളിക്കുന്നത്? നീയാണല്ലേ ആ പത്രക്കാരൻ? എന്റെ മുമ്പ് കണ്ടിട്ടുണ്ടോ? പത്രം എവിടെ എറിയുന്നേ? മുഖത്തേക്കാ? എടി ഞാനൊന്ന് പെരുമാറിയാലോ? സോറി കുട്ടി, അതിനൊന്നും ആവശ്യമില്ല. ഞാൻ ശ്രദ്ധിക്കാണ്ടേയിരുന്നു പോയതാ. സ്വീറ്റ് നെയിം പ്ലീസ്. ലഡ്ഡു. എന്റെ ഇഷ്ടായില്ലേ? സ്വീറ്റ് എന്ന് വിചാരിച്ചു, ഇത്ര സ്വീറ്റ് എന്ന് പ്രതീക്ഷിച്ചേ ഇല്ല. പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ശരിക്കും നിന്റെ പേരെന്താ? ഷാൻകുമാർ. തന്റെ സംസാരം കേൾക്കാൻ നല്ല രസമുണ്ടല്ലോ. മോനെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. ഹേ, എറിയല്ലേ, കയ്യിൽ തന്നാ മതി. ഹലോ. അത് ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടിട്ടൊന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതൊരു ഫ്രണ്ട് എന്റെ. അതൊക്കെ കല്യാണം കഴിയുന്ന വരെയല്ലേ ഉള്ളൂ. നമ്മ ഒരുമിച്ചല്ലേ പിന്നെ കറക്കം. ഓ പിന്നെ ഉച്ച കഴിഞ്ഞ് ഫ്രീയാ. ഓക്കെ ബൈ.
ഹലോ ആ എന്താ പറ. എടാ നീ വന്നിട്ടേ. ആ ഇതാ എത്തി എത്തി എത്തി. ഓ ചാവി. നിർത്ത് 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 നിർത്ത്. ആരിപ്പോ? ഹലോ, എന്താ വിളിച്ചേ? ഞാൻ എത്ര സമയം വിളിക്കുന്നു? ഞാൻ തിരക്കിലായിരുന്നു. അതെയാ, നാളെ എന്തായാലും വരണം കേട്ടോ. ഞാൻ പിന്നെ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. എന്തായാലും ഞാൻ വരും. നീ ബസ് സ്റ്റോപ്പിൽ നിന്നാ മതി കേട്ടോ. എനിക്ക് ചെറിയ പേടിയുണ്ട് കേട്ടാ. നീ എന്തിനു പേടിക്കുന്നു? എന്നാലും മറക്കല്ലേ, വൈകുന്നേരം 5 മണി. അവന്റെ ഒരു ഒടുക്കത്തെ ഫോൺ വിളി. പിന്നെ ഷാനെ ഓക്കെ ബൈ. പാടുന്നു. അവന്റെ ഒരു ഫോൺ വിളി. വേമ്പാ. ആര്? നാളെ എനിക്കൊരു സ്ഥലത്തിൽ പോകുന്നുണ്ട്. നാളെയാ? ആ ആ നീ എവിടെയും പോയിക്കോ. അല്ല പോവാ. ഓ ഭാഗ്യം. ചൂടുള്ള കടല 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 അവിടെ പോണേ ഇങ്ങനെ ചൂടുള്ള തന്നെ ചൂടുണ്ടാ ചൂടിട്ടോ എത്ര 10 രൂപ. ബാക്കി നീ വെച്ചോ. ശരി കേട്ടോ. വിട്ടു വിട്ടോ. കടല 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 ചൂടുള്ള കടല 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 എടാ മോനെ, ഒരു കടലോട്ട്. കടല എത്ര 10 രൂപ. ചില്ലറന്നില്ലേ? ഇതാ കടല 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 വേണോ? കടല 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 ചൂടുള്ള ചേട്ടാ കടല വേണോ? വേണ്ട വേണ്ട വേണ്ട, പോയിക്കോ. പോ പോ പോ. ശല്യം ഇവിടെ ഇരിക്കുന്നു വിടുന്നു. കടല ചൂടുള്ള കടല 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 ചൂടുള്ള കടല. എത്രയാന്ന്? 10 രൂപ. ശരി കേട്ടോ. നല്ല കടല സ്വാദുണ്ടല്ലേ. അവരെവിടെയോ കണ്ടിട്ടുണ്ടല്ലേ അല്ലേ? നമുക്ക് പോയി നോക്കാം. പോയി നോക്കിയാലോ? കടല വേണ? കടല നിന്നിടൽ. മോനെ പത്രക്കാരാ. നീയാള് കൊള്ളാലോടി. ഇതെന്റെ പത്രക്കാരൻ. അമ്പട പുളുസു, പെണ്ണ് കാണാൻ പോകുമ്പോൾ ഇതുപോലത്തെ പൂവാലം ഫ്രണ്ട്സിനെ കൂടെ കൂട്ടിയാൽ ആടെ ഒരെണ്ണം ഉണ്ടെങ്കിൽ ഈ പണി എന്തായാലും കിട്ടും. ഒരു സംശയവും വേണ്ട. മനസ്സിലായോ? ഫ്രണ്ട്സ്, ബി കെയർഫുൾ. ഓക്കേ.